നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യുന്നത് വളരെ എളുപ്പത്തിലുള്ള ഒരു സ്നാക്കാണ്. ബാക്കി വന്ന ചോറ് കൊണ്ട് എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു പക്കോട ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കാണിക്കണേ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് പക്കോട ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പക്കോട ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഏത് ചോറാണെങ്കിലും അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ മട്ടരിയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ മട്ടരിയാണ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതിപ്പോൾ 1.5 കപ്പ് മട്ടരി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ചേർത്ത് കൊടുക്കണേ. ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഈ അരിയിലുള്ള വെള്ളത്തിൻ്റെ അളവനുസരിച്ചിരിക്കും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന കടലമാവിൻ്റെ ഒക്കെ അളവ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയാണ്. ഒരു സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതുപോലെ 2 പച്ചമുളക്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായം, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല. ഞാൻ പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് പിന്നെ മുളക് പൊടി ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കടലമാവാണ്. ഞാനിപ്പോൾ 1 കപ്പ് കടലമാവ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരിയുടെ വെള്ളത്തിനനുസരിച്ചിരിക്കും എടുക്കുന്ന കടലമാവിൻ്റെ അളവ്. ഇപ്പോൾ എൻ്റെ മട്ടരി ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചും കൂടി ജലാംശം കൂടുതലാണ്. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ എടുക്കും. നിങ്ങൾക്കിപ്പോൾ പൊന്നിയരിയൊക്കെ ആണെങ്കിൽ അധികം കടലമാവ് ആവശ്യം വരില്ല. നമുക്കിത് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും എത്ര വേണമെന്ന്. ഇത് കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി ആയി വരാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കടലമാവ് കുറേശ്ശെ ചേർത്ത് കൊടുക്കുകയാണ് നല്ലത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് എത്ര വേണമെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇതിലേക്കൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മാവ് നല്ല ടൈറ്റായിട്ട് വരണം. അതുവരെ നമ്മൾ ഇതുപോലെ കുറേശ്ശെ കടലമാവ് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അധികം ലൂസാവരുത്. നമുക്കിങ്ങനെ എടുത്ത് ഇടാനായിട്ട് പറ്റണം. അപ്പോൾ ഇത് ഞാൻ പക്കവടയാണ് ചെയ്യണേ. മുമ്പ് ഇതുപോലെ പക്കോടയുടെ റെസിപ്പി ഞാൻ ചെയ്തിരുന്നു. ബീട്രൂട്ട് പക്കോടയുടെ റെസിപ്പി ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും ഇതുപോലെ എളുപ്പത്തിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതേ റെസിപ്പി വെച്ചിട്ട് തന്നെ ഇതുപോലെ തന്നെ നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. ഇതേ റെസിപ്പി തന്നെ ഞാനിപ്പോൾ അത് പക്കോട ഉണ്ടാക്കണേന്ന് മാത്രം. ഇതന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വട ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇടാനായിട്ട് പറ്റണം, ചെറിയ ചെറിയ പീസസ് ആയിട്ട്. ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അധികം ചേർക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഏകദേശം 1/2 കപ്പ് കടലമാവാണ് ആവശ്യമായിട്ട് വന്നത് ഇത് കുഴച്ചെടുക്കാനായിട്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആദ്യം ഒരു പ്രാവശ്യം ഒരെണ്ണം ഇട്ട് നോക്കാം ആയിട്ടുണ്ടോയെന്ന്. നമ്മളിങ്ങനെ ഇട്ട് നോക്കുമ്പോൾ ആയിട്ടുണ്ടെങ്കിൽ അത് മുകളിലേക്ക് പൊന്തി വരും. അപ്പോൾ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് പക്കോട ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് എണ്ണ. അപ്പോൾ ഇട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ കുറച്ച് കയ്യിലെടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അധികം ഹൈറ്റിൽ നിന്ന് ഇടരുത്, നമ്മുടെ മേത്തേക്ക് തെറിക്കും. സൂക്ഷിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതന്നെ നമുക്ക് വേണമെങ്കിൽ വടയുടെ ഷേപ്പിൽ പരത്തിയിട്ട് ഉണ്ടാക്കാം. എനിക്ക് പക്കോടയാണ് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ടാൽ അതിൽ എണ്ണ കുടിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചിടാം. ഇതുപോലെ മുമ്പും ഞാൻ ബാക്കി വന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കുന്ന മുറുക്കിൻ്റെ റെസിപ്പി ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അതും ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അതൊന്ന് ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നന്നായിട്ടായി വന്നിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം, ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് വറുത്ത് കോരാം. പക്കോട നല്ല ക്രിസ്പിയാണ്, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.